ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്, ജോയ ലൂക്കാസ്. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്ക ജ്വല്ലറി, MG റോഡ്, തൃശൂർ. വരന്തരപ്പള്ളി കള്ളിച്ചിത്ര കോളനിയിലെ ആദിവാസികൾക്ക് 6 ആഴ്ചയ്ക്കകം ഭൂമി നൽകണമെന്ന് ഹൈക്കോടതി. ഇറിഗേഷൻ വകുപ്പ് 17 കുടുംബങ്ങൾക്കായി 11 ഏക്കർ ഭൂമി നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവ്. റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ല മുന്നേറ്റം തുടരുന്നു. 82 പോയിന്റ് കരസ്ഥമാക്കിയ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന് മികച്ച നേട്ടം. കാളത്തോട് ടിപ്പർ ലോറിയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. കൈപ്പമംഗലത്ത് 2 ഓട്ടോറിക്ഷ മറിഞ്ഞ് 5 പേർക്ക് പരിക്ക്. തൃശൂർ ശക്തനഗറിൽ പണികഴിപ്പിച്ച വഴിയോര കച്ചവടക്കാരുടെ പുനരധിവാസ കേന്ദ്രത്തിന് ഇനിയും ശാപമോക്ഷമായില്ല. നാളുകളേറെ കഴിഞ്ഞിട്ടും വഴിയോര കച്ചവട കേന്ദ്രം അടഞ്ഞു തന്നെ. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പിടിച്ചുപറി വ്യാപകം. പോലീസ് ചമഞ്ഞ് ലോട്ടറി വിൽപ്പനക്കാരനെ ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും കവർന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചിമ്മിനി ഡാം നിർമ്മാണത്തിനായി നടാമ്പാടത്തേക്ക് മാറ്റിപ്പാർപ്പിച്ച കള്ളിച്ചിത്ര കോളനിയിലെ ആദിവാസികൾക്ക് അർഹമായ ഭൂമി നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. 6 ആഴ്ചയ്ക്കുള്ളിൽ ഭൂമി നൽകാനാണ് കോടതി ഉത്തരവിട്ടത്. കഴിഞ്ഞ ഓഗസ്റ്റ് 2 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലെ നിർദ്ദേശമാണ് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്. 17 കുടുംബങ്ങൾക്കായി 11 ഏക്കർ ഭൂമി നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡാം നിർമ്മാണകാലത്ത് കുടിയൊഴിപ്പിക്കപ്പെട്ട 17 ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി ലഭിക്കും. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഇതിനുള്ള ഭൂമി കണ്ടെത്തി നൽകാൻ റവന്യൂ വകുപ്പിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനായി തഹസിൽദാറെ ചുമതലപ്പെടുത്തി. റവന്യൂ വകുപ്പ് കണ്ടെത്തുന്ന ഭൂമി ഇറിഗേഷൻ വകുപ്പ് വാങ്ങി ആദിവാസികൾക്ക് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. സർക്കാർ വാഗ്ദാന ലംഘനത്തിനെതിരെ കോളനി നിവാസികൾ നടത്തിവന്ന സമരം 5 മാസം പിന്നിട്ട സമയത്താണ് ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ്. കോടതി ഉത്തരവ് നടപ്പാക്കുന്നതുവരെ സമരം തുടരുമെന്ന് സമരസമിതി. കഴിഞ്ഞ മെയ് 8 പാലപ്പിള്ളി വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ കുടിൽ കെട്ടി സമരം ആരംഭിച്ചത്. ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് കഴിഞ്ഞ മാർച്ചിലെ മന്ത്രിതല യോഗ തീരുമാനം നടപ്പാക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ വനംവകുപ്പ് അപ്പീൽ ഹർജി നൽകിയിരുന്നു. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് CB സുരേഷാണ് അപ്പീൽ ആവശ്യത്തിനെതിരെ ഉത്തരവിറക്കിയത്. വനമന്ത്രിയുടെ നേതൃത്വത്തിൽ അന്നത്തെ DFO ഒപ്പിട്ട യോഗ തീരുമാനത്തിനെതിരെയാണ് വനംവകുപ്പിന്റെ അപ്പീൽ. 11 മാസത്തിനുള്ളിൽ തീരുമാനം നടപ്പാക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാതിരുന്ന വനംവകുപ്പിനെതിരെ കോടതിയലക്ഷ്യത്തിന് കേസുമുണ്ടായിരുന്നു. ആദിവാസികളുടെ പുനരധിവാസ പ്രശ്നം 2016 നവംബർ 16 മുൻപ് പരിഹരിക്കണമെന്നും ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. 1992 സമരത്തെ തുടർന്നുണ്ടാക്കിയ ധാരണാപ്രകാരം 17 ആദിവാസി കുടുംബങ്ങൾക്ക് 1 ഏക്കർ വീതം ഭൂമി, ഒരു കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി, ആരാധനാസ്ഥലം, ശ്മശാനം, മൈതാനം എന്നിവയ്ക്ക് 3 ഏക്കർ ഭൂമി, അമ്പലം പണിയുന്നതിന് തുക എന്നിവ നൽകാമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ ഓരോ കുടുംബത്തിനും 60 സെന്റ് സ്ഥലം മാത്രമാണ് ഇതുവരെ നൽകിയത്. ബാക്കിയുള്ള 11 ഏക്കർ സ്ഥലം ചാലക്കുടി, പീച്ചി ഡിവിഷനുകൾക്ക് കീഴിൽ ഇല്ലെന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്നാൽ ഇവിടെ 100 കണക്കിന് ഏക്കർ വനഭൂമി വൻകിട കമ്പനികൾ കൈയടക്കി വെച്ചിട്ടുണ്ടെന്ന് സമരസമിതി ആരോപിച്ചു. സർക്കാർ ഉറപ്പുകൾ കൂടാതെ ആദിവാസികളുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക, പുലിക്കണ്ണി കവരംപിള്ളി നടാമ്പാടം റോഡ് സഞ്ചാരയോഗ്യമാക്കുക, പാലപ്പിള്ളി പട്ടികവർഗ സഹകരണ സംഘം തുറന്ന് പ്രവർത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് കോളനി നിവാസികൾ കുടിൽകെട്ടി സമരം നടത്തുന്നത്. എന്നാൽ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതുവരെ സമരം തുടരുമെന്നും കോടതി വിധി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെടണമെന്നും കാലതാമസം വരുത്താതെ നടപടികൾ ആരംഭിക്കണമെന്നും സമരസമിതി നേതാവ് MN പുഷ്പൻ പറഞ്ഞു. അനുയോജ്യമായ ഭൂമി കണ്ടെത്തി ആദിവാസികൾക്ക് വിതരണം നടത്തണമെന്നുള്ളതാണ് ആ വിധിയിലെ സുപ്രധാനമായിട്ട് വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച് ഈ 6 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ 6 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ ഭൂമി, ഞങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഭൂമി വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഞങ്ങളുടെ ഭൂമിയോട് ചേർന്ന് ലഭിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. TCV പുതുക്കാട്. കള്ളിച്ചിത്ര ആദിവാസി കോളനി നിവാസികൾക്ക് ഭൂമി നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവോടെ 3 പതിറ്റാണ്ടിലെ സമരചരിത്രത്തിലാണ് തിരശ്ശീല വീഴുന്നത്. ചിമ്മിനി ഡാം നിർമ്മാണ സമയത്ത് ഡാമിന്റെ സംഭരണ പ്രദേശമായ വനമേഖലയിലെ കള്ളിച്ചിത്രയിൽ നിന്ന് 17 ആദിവാസി കുടുംബങ്ങളെ പുലിക്കണ്ണി നടാമ്പാടത്തേക്ക് പറിച്ചു നടുകയായിരുന്നു. വലിയ വാഗ്ദാനങ്ങളോടെയാണ് അന്ന് ആദിവാസികളുടെ പുനരധിവാസം നടത്തിയത്. എന്നാൽ 1986 മുതലുള്ള സർക്കാരുകൾ ഉറപ്പുകൾ പാലിക്കാതെ വന്നതോടെ കോളനി നിവാസികൾക്ക് സമരമല്ലാതെ മറ്റു മാർഗമില്ലാതായി.
അങ്ങനെ 1986 ഒന്നാം ഭൂസമരം ആരംഭിക്കുന്നത്. 6 വർഷം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ ആദിവാസികളുടെ ആവശ്യങ്ങൾ ഭാഗികമായി പരിഹരിച്ചു. 1992 ധാരണപ്രകാരം 17 ആദിവാസി കുടുംബങ്ങൾക്ക് 1 ഏക്കർ വീതം ഭൂമി, ഒരു കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി, ആരാധനാ സ്ഥലം, ശ്മശാനം, മൈതാനം എന്നിവയ്ക്ക് 3 ഏക്കർ ഭൂമി, അമ്പലം പണിയുന്നതിന് തുക എന്നിവ നൽകാമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ ഓരോ കുടുംബത്തിനും 60 സെന്റ് സ്ഥലം മാത്രമാണ് ഇതുവരെ നൽകിയത്. ഊണും ഉറക്കവുമില്ലാതെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കോളനിയിലെ മുഴുവൻ പേരും റോഡരികിൽ വച്ചുകെട്ടിയ പന്തലിൽ തുടർച്ചയായി 5 മാസമാണ് സമരം നടത്തിയത്. പല ഘട്ടങ്ങളിൽ സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റിയിട്ടും അധികൃതരുടെ ശ്രദ്ധ കാടിന്റെ മക്കളുടെ നേരെയുണ്ടായില്ല. ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം, നിരാഹാര സമരം, പട്ടിണി കഞ്ഞിവെച്ച് പ്രതിഷേധം, വായ് മൂടിക്കെട്ടി സമരം തുടങ്ങി നിരവധി സമരങ്ങളാണ് ആദിവാസികൾ നടത്തിയത്. TCV ന്യൂസ്, പുതുക്കാട്. റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ല മുന്നേറ്റം തുടരുന്നു. 101 പോയിന്റ് കരസ്ഥമാക്കിയാണ് വലപ്പാട് മുന്നേറുന്നത്. ചാലക്കുടി വിദ്യാഭ്യാസ ജില്ല 86 പോയിന്റും ഇരിങ്ങാലക്കുട 81 പോയിന്റും കൊടുങ്ങല്ലൂർ 71 പോയിന്റും കരസ്ഥമാക്കിയിട്ടുണ്ട്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ 82 പോയിന്റ് കരസ്ഥമാക്കി കുതിപ്പ് തുടരുന്നു. തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിലാണ് അത്ലറ്റിക് മീറ്റ് നടക്കുന്നത്. മേളയുടെ 2ാം ദിനം 1500 മീറ്റർ, 200 മീറ്റർ, 4x100 മീറ്റർ റിലേ, ക്രോസ് കൺട്രി, ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട്, ട്രിപ്പിൾ ജമ്പ് എന്നിവയെല്ലാമാണ് അരങ്ങേറിയത്. 800 മീറ്ററിലും 1500 മീറ്ററിലും റിലേയിലും സ്വർണം നേടിയാണ് ഇരിങ്ങാലക്കുട നാഷണൽ ബോയ്സിലെ ES അഭിഷേക് മേളയിൽ തിളക്കമാർന്ന നേട്ടം കരസ്ഥമാക്കിയത്. 1500 മീറ്ററിൽ അഭിഷേകിന് എതിരാളിയായത് സ്വന്തം സ്കൂളിലെ തന്നെ ജിനു എന്ന കായിക താരമാണ്. അഭിഷേക് 1ാം സ്ഥാനം നേടിയപ്പോൾ ജിനു 2ാം സ്ഥാനം കരസ്ഥമാക്കിയെന്നത് ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിന് ഇരട്ട നേട്ടമായി മാറി. 400 മീറ്റർ ഹഡിൽസിൽ അഭിഷേകിന് 2ാം സ്ഥാനമാണുള്ളത്. ക്രൈസ്റ്റ് കോളേജിലെ സേവിയർ എന്ന പരിശീലകനോടൊപ്പം കോളേജ് ഗ്രൗണ്ടിൽ മുതിർന്ന താരങ്ങൾക്കൊപ്പമാണ് അഭിഷേകിന്റെ പരിശീലനം. ഓട്ടോ ഡ്രൈവറായ ഷിബു, സനില ദമ്പതികളുടെ മകനാണ് അഭിഷേക്. 100 മീറ്റർ ഫസ്റ്റ് ആയിരുന്നു, പിന്നെ 1500 മീറ്റർ, 4x400 മീറ്റർ റിലേ, പിന്നെ 400 മീറ്റർ ഹഡിൽ സെക്കൻഡ്. ബാക്കിയൊക്കെ ഫസ്റ്റ് ആണ്. ഞാൻ ഫസ്റ്റ് സെക്കൻഡ്. ഞങ്ങൾ ഓരോ സ്കൂളിലാണ്, നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരിങ്ങാലക്കുട. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ PS സൂര്യ അത്ലറ്റിക് മീറ്റിൽ ഇരട്ട നേട്ടം കരസ്ഥമാക്കി. 800 മീറ്ററിലും 1500 മീറ്ററിലും സൂര്യയാണ് സ്വർണം അടിച്ചുമാറ്റിയത്. ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ് സൂര്യയ്ക്ക് ഇരട്ട നേട്ടം. 3000 മീറ്ററിൽ മത്സരം ബാക്കിയുണ്ട്. കഴിഞ്ഞ വർഷം ഈ 3 ഇനങ്ങളിലും 1ാം സ്ഥാനം നേടി ജൂനിയർ വിഭാഗം വ്യക്തിഗത ചാമ്പ്യനായിരുന്നു ഈ പെൺകുട്ടി. +1 വിദ്യാർത്ഥിനിയായ സൂര്യ നാട്ടിക സ്പോർട്സ് അക്കാദമി താരമാണ്. കോരുത്തോടിന്റെ തോമസ് മാസ്റ്റർ പോലെയാണ് നാട്ടികയ്ക്ക് കണ്ണൻ മാസ്റ്റർ. പെട്ടിയോട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഈ പരിശീലകന് കീഴിൽ കുരുന്ന പ്രതിഭകൾ ചുവടുവയ്ക്കുന്നത് വലിയ സ്വപ്നങ്ങളിലേക്കാണ്. റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ മെഡൽ കൊയ്ത്ത് നടത്തുകയാണ് നാട്ടിക സ്പോർട്സ് അക്കാദമിയിലെ പ്രതിഭകൾ. പഴയ അത്ലറ്റായ കണ്ണനാണ് ഈ താരങ്ങളുടെ ഹീറോ. കണ്ണന്റെ പരിശീലനത്തിലാണ് അക്കാദമിയിലെ കുട്ടികൾ മികച്ച നേട്ടത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. 20 വർഷമായി പരിശീലന രംഗത്തുള്ള കണ്ണൻ 4 വർഷമായി നാട്ടിക സ്പോർട്സ് അക്കാദമിയുടെ നട്ടെല്ലായി മാറിയിരിക്കുകയാണ്. ജനാർദ്ദനൻ, സോജൻ, കണ്ണൻ എന്നിവർ ചേർന്ന 3-അംഗ സംഘമാണ് അക്കാദമിയുടെ ജീവൻ. നാട്ടുകാരുടെയും കായിക പ്രേമികളുടെയും സഹകരണത്തോടെയാണ് അക്കാദമിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അക്കാദമി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓഫീസ് മുറി പോലും ഇവർക്ക് സ്വന്തമായില്ല. നാട്ടിക സ്കൂൾ ഗ്രൗണ്ടിലും വലപ്പാട് ഗ്രൗണ്ടിലുമെല്ലാമായി ചിട്ടയായി നടത്തുന്ന പരിശീലനമാണ് മികച്ച കായിക പ്രതിഭകളായി ഈ കുട്ടികൾ മാറുന്നതിന്റെ അടിസ്ഥാന കാരണം. ഓരോ വർഷവും 5 ലക്ഷത്തിലധികം രൂപ അക്കാദമിക്ക് ചിലവ് വരുന്നുണ്ട്. പാലായിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ മീറ്റിൽ പങ്കെടുക്കണമെങ്കിലും വലിയ തുക ചിലവ് വരും. കായിക പ്രേമികളായ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കണ്ണൻ മാസ്റ്റർക്കും കുട്ടികൾക്കുമുള്ളത്. നമ്മൾക്കൊരു വർഷം ഏകദേശം 5-നും 7-നും ഇടയിൽ 1 ലക്ഷം രൂപ, 5 ലക്ഷം അല്ലെങ്കിൽ 7 ലക്ഷം രൂപയുടെ ഇടയിൽ നമുക്ക് മൊത്തം ചിലവ് വരുന്നുണ്ട്. മത്സരങ്ങൾക്ക് പോകാനാണ് അതിന് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ പൈസ ചിലവ് വരുന്നത്. ഈ വരുന്ന സംസ്ഥാന മീറ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 60,000 രൂപ ചിലവുണ്ട്. ആരെങ്കിലും ജനങ്ങൾ, നാട്ടുകാർ തന്നെ സഹായിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ വിദ്യാർത്ഥികളായ 12 പേരാണ് അക്കാദമിയുടെ കീഴിലുള്ളത്. ഒരാളൊഴികെ മറ്റെല്ലാവരും പെൺകുട്ടികളാണ്. എല്ലാവരും വളരെ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവർ. ദേശീയ നിലവാരത്തിലേക്ക് ഉയരാൻ കാത്തുനിൽക്കുന്ന അതുല്യ, അഞ്ജലി, ആൻസി എന്നിവരടങ്ങുന്ന പ്രതിഭകളെ മികവിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് കണ്ണൻ എന്ന ദ്രോണാചാര്യയ്ക്ക് കീഴിൽ ഇവർ പുതിയ ആകാശങ്ങളിലേക്ക് ചിറകടിച്ചുയരുന്നത്. TCV ന്യൂസ്, തൃശൂർ.
ആ എന്ന ആദ്യാക്ഷരത്തിൽ തുടങ്ങുന്ന നാട്ടികയിലെ കൂട്ടുകാരികളാണ് റവന്യൂ ജില്ലാ അത്ലറ്റിക് മീറ്റിൽ ആദ്യ സ്ഥാനങ്ങൾ കൈയടക്കി അത്ഭുതാവഹമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയത്. നാട്ടിക സ്പോർട്സ് അക്കാദമിയുടെ ആതിര, അഞ്ജലി, ആദിത്യ, ആൻസി എന്നീ ആ അക്ഷരനാമധാരികളാണ് മേളയുടെ മിന്നും താരങ്ങൾ. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ AC ആദിത്യ എന്ന പെൺകുട്ടി 3 ഇനങ്ങളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയാണ് മേളയുടെ സുവർണ താരമായി മാറിയത്. 1500 ക്രോസ് കൺട്രി 5000 നാളെ 3000 ഉണ്ട്. പ്രാക്ടീസ് രാവിലെ 5 മണി തൊട്ട് 7:30 വരെ, വൈകുന്നേരം 4 മണി തൊട്ട് 7:30 വരെ. ക്രോസ് കൺട്രി 1500 മീറ്റർ, 500 മീറ്റർ എന്നിവയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ആദിത്യ ഹാട്രിക് നേട്ടം സ്വന്തം പേരിൽ കുറിച്ചത്. വരന്തരപ്പള്ളി സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ സന്തോഷ്, സിന്ധു ദമ്പതികളുടെ മകളാണ് ആദിത്യ. ഡിസ്കസ് ത്രോ, ജാവലിൻ എന്നിവയിൽ 1ാം സ്ഥാനം നേടിയ അഞ്ജലി ഹാമർ ത്രോയിൽ 1ാം സ്ഥാനം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ്. ഡിസ്കിലും ജാവലിൻ ത്രോയിലും ഫസ്റ്റ് ഉണ്ട്. ഡിസ്ക് ഇന്നലെ കഴിഞ്ഞു, ജാവലിന് ഇപ്പോൾ കഴിഞ്ഞതാണ്. ഇനി ഹാമർ ത്രോ നാളെയാണ്. സംസ്ഥാന തലത്തിലും മികച്ച നേട്ടം ഇത്തവണ കരസ്ഥമാക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് അഞ്ജലി പ്രകടിപ്പിച്ചത്. 100 മീറ്ററിലും ലോങ് ജമ്പിലും മികച്ച പ്രകടനത്തോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആൻസി സോജൻ സംസ്ഥാന തലത്തിലും ഇതേ നേട്ടം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ്. 100 മീറ്ററിലും ലോങ് ജമ്പിലും വിജയിച്ചു. ഇനി 200 ഉണ്ട്. നാളെ റിലേയുടെ ഫൈനലുണ്ട്. ഇപ്രാവശ്യം നല്ല പെർഫോമൻസ്, 3 എണ്ണത്തിലും മെഡൽ മേടിക്കാൻ കഴിവുണ്ട് എന്നുള്ളത് നല്ലൊരു പെർഫോമൻസ് കോൺഫിഡൻസ് ഉണ്ട്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവരെല്ലാം. സംസ്ഥാന തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും കഴിഞ്ഞ തവണ ജില്ലാതല വ്യക്തിഗത ചാമ്പ്യനാവുകയും ചെയ്ത നാട്ടികയുടെ PA അതുലയുടെ ഡിസ്കസ് സ്വർണ്ണ നേട്ടം കൂടി ചേരുന്നതോടെ ആയിൽ തുടങ്ങുന്ന പ്രതിഭകളുടെ പട്ടിക പൂർണ്ണമാകും. TCV ന്യൂസ്, തൃശൂർ. കാളത്തോട് ടിപ്പർ ലോറിയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. പാലക്കാട് ഭാഗത്തു നിന്ന് വന്ന സ്വകാര്യ ബസും തൃശൂരിൽ നിന്ന് മണ്ണുത്തി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറിയുമാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത്. ടിപ്പർ ലോറിക്കുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവർ പാല സ്വദേശി പ്രദീപിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റവരെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 വർഷം മുൻപ് ഇതേ സ്ഥലത്തുണ്ടായ മറ്റൊരു അപകടത്തിൽ 2 പേർ മരിച്ചിരുന്നു. കയ്പമംഗലത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. ചളിങ്ങാട് സ്വദേശികളായ പുഴങ്കരയിലത്ത് അബ്ബാസ്, പുഴങ്കരയിലത്ത് മുഹമ്മദ് ഷാജി, ചളിങ്ങാട് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് കയ്പമംഗലം പറമ്പിക്കുന്നിലായിരുന്നു അപകടം. നന്ദിക്കരയിൽ നിയന്ത്രണം വിട്ട് പിക്കപ്പ് വാൻ മറിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ റിക്കവറി വാനിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പരിക്കേറ്റ കൊടകര സ്വദേശി വിഷ്ണുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിക്കപ്പ് വാനിലെ ജീവനക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചാലക്കുടി ഭാഗത്തേക്ക് ക്രോക്കറി സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന പിക്കപ്പ് വാനാണ് മറിഞ്ഞത്. രക്ഷാപ്രവർത്തനത്തിനിടെ ദേശീയപാതയിൽ ഹൈവേ പോലീസ് ഗതാഗതം നിയന്ത്രിച്ചതിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കയ്പമംഗലം വഴിയമ്പലത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. ഓട്ടോ ഡ്രൈവർ കാളമുറി സ്വദേശി പച്ചാമ്പുള്ളി വീട്ടിൽ രാജൻ മകൻ രാഹുൽ, അമ്മ കല്യാണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ലൈഫ് ഗാർഡ് പ്രവർത്തകർ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാളമുറിയിൽ നിന്ന് അമ്മയുമൊത്ത് ഗാർഡിയൻ ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. മുന്നിൽ പോയിരുന്ന ഇന്നോവ കാറിന്റെ സ്റ്റെപ്പിനി ടയർ ഊരി വീണതിനെ തുടർന്ന് ഓട്ടോറിക്ഷ തെന്നി മറയുകയായിരുന്നു. രാഹുലിന്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ട്. കല്യാണിക്ക് ചെവിക്കാണ് പരിക്കേറ്റത്. പാതി വഴിയിലെ പദ്ധതികൾ. തൃശൂർ ശക്തനഗറിൽ പണികഴിപ്പിച്ച വഴിയോര കച്ചവടക്കാരുടെ പുനരധിവാസ കേന്ദ്രത്തിന് ഇനിയും ശാപമോക്ഷമായില്ല. ഉടനെ ഈ കേന്ദ്രം തുറന്നുകൊടുക്കുമെന്ന് അധികാരികൾ പറയാൻ തുടങ്ങിയിട്ട് നാളുകളായിട്ടും നടപടികൾ നീണ്ടുപോവുകയാണ്. വഴിയോര കച്ചവടക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനായാണ് ശക്തനഗറിൽ ഈ കേന്ദ്രം കോർപ്പറേഷൻ പണികഴിപ്പിച്ചത്. 2015 ഒക്ടോബർ 2 കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് ഇത് ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിന്റെ പേരിൽ കച്ചവടക്കാർ ഇവിടെ നിന്ന് പിന്മാറുകയാണുണ്ടായത്. ഇപ്പോൾ വെള്ളം, വെളിച്ചം, ബാത്റൂം എന്നിവയ്ക്ക് പുറമെ ഷീറ്റ് കൊണ്ട് മറയ്ക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമടക്കം അടിസ്ഥാന സൗകര്യ വികസനമെല്ലാം അന്തിമഘട്ടത്തിലെത്തിയിട്ടും വഴിയോര കച്ചവടക്കാരുടെ പുനരധിവാസ കേന്ദ്രം എന്ന് തുറക്കുമെന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഇവിടെ 3 പേർ കച്ചവടം നടത്തുന്നുണ്ട്. ഉദ്ഘാടനം പൂർത്തിയായാൽ മറ്റ് കച്ചവടക്കാരും ഈ കേന്ദ്രത്തിലേക്ക് വരാൻ തയ്യാറുമാണ്. തുറന്നു കൊടുക്കാണ്ട് ആയിട്ട് 2.5 കൊല്ലം കഴിഞ്ഞു. എല്ലാ കച്ചവടക്കാരും ദൂരത്തിലാണ്. കാരണം എല്ലാവരും കച്ചവടക്കാർ ഇവിടെ വന്നാൽ തന്നെ നമുക്ക് എല്ലാ കച്ചവടം പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവരിപ്പം തയ്യാറാണ്.
കച്ചവടക്കാർ കംപ്ലീറ്റ് തയ്യാറാണ്, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ തയ്യാറാണ്. പക്ഷേ അതിന് ഇവിടുന്ന് കോർപ്പറേഷൻ അനുവാദം വേണം. അതേസമയം ഇവിടേക്കെത്തിയാൽ തങ്ങളുടെ കച്ചവടം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും പല കച്ചവടക്കാരും പങ്കുവയ്ക്കുന്നുണ്ട്. വൻതുക ചിലവിട്ട് നിർമ്മിച്ച വഴിയോര കച്ചവടക്കാരുടെ പുനരധിവാസ കേന്ദ്രം തുറന്നുകൊടുക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. പണ്ടത്തെ ചങ്കരൻ തെങ്ങിന്മേൽ തന്നെ എന്നൊരു പഴമൊഴി കേട്ടിട്ടില്ലേ? വഴിയോര വഴിയാധാരമാകാതിരിക്കുന്നതിനായി പണി കഴിപ്പിച്ച ഈ വഴിയോര കച്ചവടക്കാരുടെ പുനരധിവാസ കേന്ദ്രം ഇപ്പോൾ തുറക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. ഇനി അധികാരികളുടെ കണ്ണ് എപ്പോഴായിരിക്കും തുറക്കുക? അത് കണ്ടു തന്നെ അറിയണം. ക്യാമറമാൻ ഷിബി പോട്ടോറ്റിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പിടിച്ചുപറി വ്യാപകം. പോലീസ് ചമഞ്ഞ് എത്തിയയാൾ ലോട്ടറി വിൽപ്പനക്കാരനെ ഭീഷണിപ്പെടുത്തി 15,000 രൂപയും സ്വർണ്ണമോതിരവും തട്ടിയെടുത്തു. തൃശൂർ പുത്തൻപള്ളിക്ക് സമീപം റോഡിൽ പുകവലിച്ചു നിന്ന ലോട്ടറി വിൽപ്പനക്കാരനെ പോലീസ് ചമഞ്ഞ് എത്തിയയാൾ പിടികൂടി ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഓട്ടോറിക്ഷയിൽ നഗരത്തിൽ കറങ്ങിയ ശേഷം കയ്യിലുണ്ടായിരുന്ന 15,000 രൂപയും സ്വർണ്ണമോതിരവും ഊരിവാങ്ങി തന്നെ AR മേനോൻ റോഡിൽ ഇറക്കി വിടുകയായിരുന്നുവെന്ന് ലോട്ടറി വിൽപ്പനക്കാരന്റെ പരാതിയിൽ പറയുന്നു. ചേറൂരിൽ കാൽനട യാത്രക്കാരിയുടെ 4 പവന്റെ സ്വർണ്ണമാല ബൈക്കിലെത്തിയ സംഘം കവർന്നു. ചേറൂർ കല്ലടിമൂല സ്വദേശി ഊണത്തുവളപ്പിൽ അരുൺദാസ് ഭാര്യ വനജിയുടെ മാലയാണ് കവർന്നത്. നഗരത്തിൽ ബസ് യാത്രയ്ക്കിടെ 2 സ്ത്രീകളുടെ സ്വർണ്ണമാല മോഷണം പോയി. കുറുക്കഞ്ചേരിയിൽ ശക്തൻ സ്റ്റാൻഡിലേക്ക് ബസ്സിൽ വന്ന ഒരു സ്ത്രീയുടെ 11 പവന്റെ മാലയും മറ്റൊരു സ്ത്രീയുടെ 3 പവന്റെ മാലയുമാണ് മോഷണം പോയത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊട്ടേക്കാട് വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ എന്ന് കരുതി റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ കവർന്ന് സ്ത്രീ പോലീസ് പിടിയിലായി. തമിഴ്നാട് സ്വദേശിനി ശാരദയെയാണ് വിയൂർ SI സിദ്ദിഖ് അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയം അനുവദിക്കാൻ സാധിക്കില്ലെന്ന് ഹൈക്കോടതി. സമരവും സത്യാഗ്രഹവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തേണ്ട ആവശ്യമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇത്തരത്തിലുള്ള സമരങ്ങൾ നിയമവിരുദ്ധം തന്നെയാണെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് NP സിംഗിന്റെ ബെഞ്ച് പുറപ്പെടുവിച്ച ഇടക്കാല വിധിയിൽ പറയുന്നു. SFI സമരവുമായി ബന്ധപ്പെട്ട് പൊന്നാനി MES കോളേജ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടക്കാല വിധി പുറപ്പെടുവിച്ചത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ടെന്റ് കെട്ടിയും പട്ടിണി കിടന്നുമുള്ള സമരം നടന്നാൽ അതിൽ ആവശ്യമെങ്കിൽ പോലീസിന് ഇടപെടാമെന്നും കോടതി പറയുന്നു. ടെന്റ് കെട്ടിയും മറ്റും നടത്തുന്ന സമരങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല. പഠിപ്പ് മുടക്കി സമരം ചെയ്യുന്നവരെ പുറത്താക്കാം. വിദ്യാർത്ഥികൾ പഠിക്കാനാണ് കോളേജിൽ വരുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടാം. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കോളേജിൽ വരേണ്ട ആവശ്യമില്ല. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിക്കണം. ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം സമരങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെന്ന് കോടതി വിധിയിൽ പറയുന്നു. ജൂനിയർ ആൺകുട്ടികളുടെ ലോൺ ടെന്നീസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച നാഷണൽ സ്കൂൾ മീറ്റിൽ പങ്കെടുക്കാൻ പാവറട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ സംഗീത് സരൂവ് ജോഷി അർഹനായി. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സംഗീത് സരൂവ് ജോഷി. അഞ്ചംഗ ടീമിലെ നോർത്ത് സോണിൽ നിന്നുള്ള ഏക അംഗമാണ്. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അധ്യാപകൻ ഡോക്ടർ ജോഷിയുടെയും പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഡോക്ടർ സിന്ധുവിന്റെയും മകനാണ്. കാൽപന്തിനൊപ്പം ലോകം. ഖാനയോട് പിടിച്ചു നിൽക്കാനാകാത്തതിന്റെ നിരാശയ്ക്കിടയിലും രാഹുൽ താമസിയാതെ നാട്ടിലേക്ക് എത്തുമെന്ന വാർത്ത രാഹുലിന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ആവേശം പകരുകയാണ്. രാഹുലിനെ കാത്തിരിക്കുന്നത് നാടിന്റെ ഊഷ്മളമായ സ്വീകരണങ്ങളാണ്. കുട്ടികൾ മടങ്ങുന്നതെന്നും ഇന്ത്യൻ ആരാധകർ നിസ്സംശയം സമ്മതിക്കും. റാങ്കിങ്ങിൽ 100ലും താഴെയുള്ള ഒരു ടീം ലോകകപ്പ് ഫുട്ബോളിലെ കരുത്തരായി സധൈര്യം ഏറ്റുമുട്ടിയതും ചരിത്രം തിരുത്തിയ ഗോൾ കുറിച്ചതുമെല്ലാം ഏറെക്കാലം ആരാധകരുടെ മനസ്സിനെ ദീപ്തമാക്കും. ഇന്ത്യൻ ടീമിന്റെ അഭിമാനമായി മാറിയ രാഹുൽ 3 മത്സരങ്ങളിലും മുഴുവൻ സമയവും പൊരുതിക്കളിച്ചു എന്നതാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും ആരാധകർക്കും ആവേശം പകരുന്നത്. കൊളംബിയയുമായുള്ള മത്സരത്തിൽ ക്രോസ് ബാറിൽ ഇടിച്ച ആ ഇടംകാലൻ ഷോട്ട് മലയാളക്കാരിയുടെ നഷ്ടബോധം നിറഞ്ഞ ഓർമ്മകളിൽ ഏറെക്കാലം ബാക്കി നിൽക്കും. ക്യാമ്പും മത്സരങ്ങളുമായി ദീർഘകാലമായി നാട്ടിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്ന രാഹുൽ ഉടനെ നാട്ടിലേക്ക് എത്തുമെന്ന വാർത്ത വീട്ടുകാരെയും നാട്ടുകാരെയും ഒരുപോലെ ആഹ്ലാദഭരിതരാക്കുകയാണ്. യുദ്ധം ജയിച്ച വീരനായകനെ പോലെ തിരികെ എത്തുന്ന രാഹുലിനെ സ്വീകരിക്കാൻ നാട് ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് TCV.
ഗാന്ധിജിയെ നേരിട്ട് കണ്ടവർ തൃശൂർ വിവേകോദയം സ്കൂളിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. വിദ്യാർത്ഥികൾക്ക് ഗാന്ധിജിയെക്കുറിച്ചുള്ള സ്മരണ അവിസ്മരണീയമായി മാറി. മഹാത്മാഗാന്ധി വിവേകോദയം സ്കൂൾ സന്ദർശിച്ചതിന്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് ഗാന്ധിജിയെ നേരിട്ട് കണ്ട പണ്ഡിതരത്നം KP അച്യുത പിഷാരടി, ഹരിശ്രീ വിദ്യാനിധി സ്കൂൾ പ്രിൻസിപ്പൽ നളിനി ചന്ദ്രൻ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഗാന്ധിയുടെ വേഷമണിഞ്ഞ 90 വിദ്യാർത്ഥികൾ മണികണ്ഠനാൽ പരിസരത്ത് നിന്ന് സ്കൂളിലേക്ക് മഹാത്മാവിന്റെ സ്കൂൾ സന്ദർശന യാത്ര പുനരാവിഷ്കരിക്കും. വൈകിട്ട് 4 മണിക്ക് മണികണ്ഠനാൽ പരിസരത്ത് നിന്ന് യാത്ര ആരംഭിക്കും. 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന നവതി സ്മരണയായ ഗാന്ധിജി വീണ്ടും വിവേകോദയത്തിലേക്ക് എന്ന പരിപാടിയോടനുബന്ധിച്ചാണ് അനുഭവങ്ങൾ പങ്കുവച്ചത്. പണ്ഡിതരത്നം KP അച്യുത പിഷാരടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 1927 ഒക്ടോബർ 4-നാണ് ഗാന്ധിജി വിവേകോദയം സ്കൂൾ സന്ദർശിക്കുകയും വിദ്യാലയത്തിലെ നൂൽനൂൽപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് സന്ദർശക പുസ്തകത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തത്. സ്കൂൾ ഹാളിൽ ഒരുക്കിയ ഫോട്ടോ എക്സിബിഷനിൽ മഹാത്മാഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിവിധ ചിത്രങ്ങളും ചിത്രരചനകളും കാർട്ടൂണുകളുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ശക്തൻ തമ്പുരാൻ മെമ്മോറിയൽ കൾച്ചറൽ അസോസിയേഷനും കുരിയച്ചിറ ലയൺസ് ക്ലബ്ബും സംയുക്തമായി കേരളത്തിന്റെ അഭിമാനമായി മാറിയ കായിക പ്രതിഭക PU ചിത്രയ്ക്ക് സ്വീകരണം നൽകി. തൃശൂർ സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി വ്യവസായ പ്രമുഖൻ പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ ഉദ്ഘാടനം ചെയ്തു. 10,000 രൂപയും പായുന്ന കുതിരയുടെ ശില്പവും അടങ്ങുന്ന പുരസ്കാരം മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ചിത്രയ്ക്ക് സമ്മാനിച്ചു. അസോസിയേഷൻ മാനേജിംഗ് ട്രസ്റ്റി റോളി ബാബു അധ്യക്ഷനായിരുന്നു. കൊച്ചുഗായിക അർപ്പിത ശ്യാമിനെ ചടങ്ങിൽ ആദരിച്ചു. ചലച്ചിത്ര സംവിധായകൻ ബാബു നാരായണൻ, പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ജോസ്, റിട്ടയർഡ് ജഡ്ജി ചന്ദ്രദാസ് എന്നിവർ സംസാരിച്ചു. ക്രിക്കറ്റ് പരിശീലന രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംവിധാനങ്ങളും പരിശീലനവുമായി പ്രവർത്തിക്കുന്ന ആത്രേയ ക്രിക്കറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഇൻവിറ്റേഷൻ ടൂർണമെന്റ് ആത്രേയ മാസ്റ്റേഴ്സ് കപ്പ് T20 2017 തുടക്കമായി. മുണ്ടൂർ പെരിങ്ങന്നൂരിലെ ആത്രേയ ക്രിക്കറ്റ് അക്കാദമി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CJ ആൻഡോ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആത്രേയ ക്രിക്കറ്റ് അക്കാദമി സ്ഥാപകനും CEO-യുമായ KV മധു അധ്യക്ഷത വഹിച്ചു. പേരാമംഗലം CI B സന്തോഷ് മുഖ്യാതിഥിയായിരുന്നു. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല സുനിൽകുമാർ, ശ്രീലങ്ക ACDC ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സമൻ കുമര, ആത്രേയ ക്രിക്കറ്റ് അക്കാദമി ജനറൽ മാനേജർ PS സുധീർ, ചീഫ് കോച്ച് ദിനേശ് ഗോപാലകൃഷ്ണൻ, പ്രിമൈസസ് മാനേജർ PM ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. ഈ മാസം 17 വരെ നടക്കുന്ന ടൂർണമെന്റിൽ ശ്രീലങ്ക മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആൻഡ് മാസ് മീഡിയ ക്ലബായ ACDC ക്രിക്കറ്റ് ടീം, ആത്രേയ മാസ്റ്റേഴ്സ് ടീം, യുണൈറ്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ടീം, ലോയേഴ്സ് സ്പോർട്സ് ക്ലബ് എന്നീ 4 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ആദ്യ മത്സരത്തിൽ ശ്രീലങ്ക ACDC ക്രിക്കറ്റ് ടീമും ആത്രേയ മാസ്റ്റേഴ്സ് ടീമും തമ്മിൽ ഏറ്റുമുട്ടി. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിലെത്തിയ ശ്രീലങ്കൻ ACDC ക്രിക്കറ്റ് ടീമിന് ആത്രേയ ക്രിക്കറ്റ് അക്കാദമി ജനറൽ മാനേജർ PS സുധീറിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകി. കഴിഞ്ഞ ഏപ്രിലിൽ ആത്രേയ ക്രിക്കറ്റ് അക്കാദമിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഇന്റർനാഷണൽ അണ്ടർ 15 ക്രിക്കറ്റ് ടൂർണമെന്റിന് ശേഷം ആത്രേയ ക്രിക്കറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ ഇന്റർനാഷണൽ ടൂർണമെന്റാണ് ആത്രേയ മാസ്റ്റേഴ്സ് കപ്പ് T20 2017. ജില്ലാ പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാതല ഉപസമിതി അംഗങ്ങൾക്കുള്ള ഏകദിന പരിശീലനം കിലയിൽ സംഘടിപ്പിച്ചു. ജില്ലാ ആസൂത്രണ സമിതി അധ്യക്ഷയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ആസൂത്രണ സമിതി അംഗം MN സുധാകരൻ അധ്യക്ഷനായി. കില ഡയറക്ടർ ജോയ് ഇളമൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കോർഡിനേറ്റർ BV സുധാകരൻ പരിശീലന പരിപാടി വിശദീകരിച്ചു. TR മായ, MM ഗോപകുമാർ, KM എബ്രഹാം തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. മുരിങ്ങൂരിൽ വ്യാപാരിയെ ഇരുമ്പുവടി കൊണ്ട് അടിച്ചു വീഴ്ത്തി 28,000 രൂപ തട്ടിയെടുത്ത സംഘത്തിലെ ഒരാൾ കൂടി പിടിയിലായി. ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരി മുതിരപ്പറമ്പിൽ പ്രവീണിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 14-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മുരിങ്ങൂർ KR സ്റ്റോഴ്സ് ഉടമ കോപ്പിവീട്ടിൽ നാരായണൻകുട്ടിയെ ആക്രമിച്ചാണ് ബൈക്കിലെത്തിയ സംഘം പണമടങ്ങിയ ബാഗ് തട്ടിയെടുത്തത്. ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതിയായ മാള സ്വദേശി പ്രമോദിന്റെ കേസുകൾ നടത്തുന്നതിനാണ് കൂട്ടുകാരായ പ്രവീൺ അടങ്ങുന്ന സംഘം കവർച്ച നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കേസിലെ മുഖ്യപ്രതിയായ ടോം ജിത്തനെ ചാലക്കുടി DYSP CS ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടകയിലെ കുടകിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കവർച്ചയുടെ ചുരുളഴിഞ്ഞത്. തുടർന്ന് മറ്റു പ്രതികളായ ജിഷ്ണു, കവർച്ച ആസൂത്രണം ചെയ്ത പ്രമോദ്, വലിയ പറമ്പ് സ്വദേശി അരുൺ എന്നിവരും അറസ്റ്റിലായി. പോലീസ് സംഘം പിന്തുടരുന്നുണ്ടെന്നറിഞ്ഞ പ്രവീൺ കേരളത്തിൽ നിന്ന് മുങ്ങുകയായിരുന്നു. ഇയാളുടെ അറസ്റ്റോടുകൂടി കേസിലെ പ്രതികളെല്ലാവരും പിടിയിലായി.
അഞ്ചേരി ശാന്തിനഗറിൽ വ്യാഴാഴ്ച മരണവീട്ടിൽ വന്ന അഞ്ചേരി വലിയ പറമ്പിൽ സുധിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച 3 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാച്ചേരി തോട്ടുങ്ങൽ ജോഫിൻ, അഞ്ചേരി സ്വദേശികളായ മേനാച്ചേരി ജോബി, മേനാച്ചേരി പത്രോസ് എന്നിവരെ ഒല്ലൂർ എസ്ഐ ടി പി ഫർഷാദ്, അഡീഷണൽ എസ്ഐ വി കെ രാമകൃഷ്ണൻ, സിപിഒ ജീറ്റോ എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പേരിൽ ഒല്ലൂർ, തൃശൂർ, മണ്ണുത്തി പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ടെന്നും പൂർവ്വ വൈരാഗ്യമാണ് സംഘർഷത്തിന് കാരണമെന്നും പോലീസ് പറഞ്ഞു. ഒല്ലൂർ ആത്മിക ജ്വല്ലറി കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളെ മുംബൈ പോലീസ് ചോദ്യം ചെയ്യും. ജ്വല്ലറി കവർച്ച കേസിൽ അറസ്റ്റിലായ ജാർഖണ്ഡ് സ്വദേശികളായ ബി മണ്ഡൽ, രാജു സാഹ എന്നിവരെയാണ് മുംബൈ പോലീസ് ചോദ്യം ചെയ്യുക. ഒല്ലൂർ പോലീസ് പിടികൂടിയ പ്രതികൾക്ക് മുംബൈയിൽ ജ്വല്ലറി കവർച്ചയുമായി ബന്ധമുണ്ടെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്നാണ് പ്രതികളെ ചോദ്യം ചെയ്യാൻ മുംബൈ പോലീസ് എത്തുന്നത്. അറസ്റ്റിലായ ബി മണ്ഡലിന് 35ഓളം മോഷണ കേസുകൾ ഉള്ളതായി ഒല്ലൂർ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഒല്ലൂർ സിഐ കെ സജീവന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിന്റെ ഭാഗമായി നഗരത്തിൽ പോലീസ് സേനാംഗങ്ങൾ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. ലഹരിക്കെതിരെ കാവലാളാകുക എന്ന സന്ദേശമുയർത്തിയാണ് ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചത്. 40ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഫ്ളാഷ് മോബിൽ ചുവടുവച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ഈ മാസം 22 മുതൽ 29 വരെ വിവിധ ക്യാമ്പസുകളെ സംഘടിപ്പിച്ച് ഫ്ളാഷ് മോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ രാഹുൽ ആർ നായർ അറിയിച്ചു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കേസിലെ 2ാം പ്രതി അകലാട് കാട്ടിലപ്പള്ളി നാങ്കോട്ട് വീട്ടിൽ അബ്ദുൾ നാസറിനെയാണ് ചാവക്കാട് സിഐ കെ ജി സുരേഷ്, വടക്കേക്കട എസ്ഐ എ അനന്തകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പഞ്ചവടി സ്വദേശിനിയായ യുവതിയെ ആൽത്തറയിലെ ക്വാർട്ടേഴ്സിലും അകലാട് കാട്ടിലപ്പള്ളി ബീച്ചിലെ വീട്ടിലും കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. നഗ്നചിത്രങ്ങളും വീഡിയോയും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടിയതായും പറയുന്നു. കേസിലെ 1ാം പ്രതി ഒളിവിലാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഇല്ലാത്തതിനെ തുടർന്ന് തടസ്സപ്പെട്ട ഭണ്ഡാരം എണ്ണൽ സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭണ്ഡാരം എണ്ണുന്നതിന് ഹൈക്കോടതി സബ് കളക്ടർക്ക് ചുമതല നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച ഉത്തരവ് ദേവസ്വത്തിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനും ലഭിക്കാത്തതാണ് അനിശ്ചിതത്വത്തിന് കാരണം. അഡ്മിനിസ്ട്രേറ്റർ നിയമവുമായി ബന്ധപ്പെട്ട് ദേവസ്വവും സർക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന കേസ് ഈ മാസം 17-നാണ് പരിഗണിക്കുക. അതിനു മുൻപായി ഭണ്ഡാരങ്ങളുടെയും ലോക്കറുകളുടെയും താക്കോൽ സബ് കളക്ടർക്ക് കൈമാറണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ഈ മാസം 9-നാണ് ഭണ്ഡാരമെണ്ണൽ തുടങ്ങേണ്ടിയിരുന്നത്. അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനമൊഴിഞ്ഞ സി ശശിധരന്റെ കൈവശമാണ് ലോക്കറുകളുടെയും ഭണ്ഡാരങ്ങളുടെയും താക്കോലുള്ളത്. അഡ്മിനിസ്ട്രേറ്റർ നിയമനം വൈകുന്നത് ഈ മാസം 31-ന് ആരംഭിക്കേണ്ട ഏകാദശി വിളക്ക് ആഘോഷങ്ങൾക്ക് മങ്ങലേൽക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പരിയാരത്ത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷന് കൈമാറി. പോലീസ് റിപ്പോർട്ട് ശനിയാഴ്ച കോടതിക്ക് കൈമാറും. പ്രത്യേക അന്വേഷണ സംഘ തലവൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എസ് ഷംസുദ്ദീനാണ് റിപ്പോർട്ട് ഐജിക്ക് കൈമാറിയത്. അതേസമയം രാജീവ് വധക്കേസിൽ അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്ത 6 പ്രതികളിൽ 4 പേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിൽ തുടരുന്ന മറ്റ് 2 പ്രതികളെ ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കും. തൃശൂർ സബ് കളക്ടറായി ഡോക്ടർ രേണുരാജ് ചുമതലയേറ്റു. 2015 IAS ബാച്ചിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ രേണുരാജ് ചങ്ങനാശ്ശേരി സ്വദേശിനിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കിയ ശേഷമാണ് സിവിൽ സർവീസ് തിരഞ്ഞെടുത്തത്. ചെറുതുരുത്തിയിലും പരിസര പ്രദേശങ്ങളിലും കള്ളനോട്ടടി സംഘങ്ങൾ താവളമാക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 വലിയ കള്ളനോട്ടടി സംഘങ്ങളുടെ താവളങ്ങളാണ് ചെറുതുരുത്തിയിൽ നിന്നും പരിസര പ്രദേശമായ ആറ്റൂരിൽ നിന്നും കണ്ടുപിടിച്ചത്. മലപ്പുറത്തു നിന്നും ചാവക്കാട് നിന്നുമാണ് പ്രതികളെയും നോട്ടുകളും പോലീസ് പിടികൂടിയത്. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് ചെറുതുരുത്തിയിൽ നിന്നാണ് നോട്ടുകൾ അച്ചടിച്ചിരുന്നത് എന്നറിയുന്നത്. പോലീസ് ഇവിടെയെത്തി പ്രിന്റർ, പേപ്പർ, സ്കാനർ തുടങ്ങിയവ പിടിച്ചെടുത്തിരുന്നു. അടുത്തുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ ഇവിടങ്ങളിൽ താമസിച്ചിരുന്നത്. ചെറുതുരുത്തിയുടെ അടുത്ത പ്രദേശമായ ആറ്റൂർ പാറപ്പുറത്ത് നിന്ന് ഇത്തരത്തിൽ കള്ളനോട്ടുകൾ പിടിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. കാട്ടൂർ പ്രദേശത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. എടത്തിരിഞ്ഞി സ്വദേശി വലിയകത്ത് വീട്ടിൽ നൌഫലിനെയാണ് ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ MO വിനോദും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാൾ കഞ്ചാവ് കടത്തിയിരുന്ന ബൈക്കും എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. കാട്ടൂർ മനപ്പടിയിൽ നിന്ന് മറ്റൊരാളെയും എക്സൈസ് സംഘം കഞ്ചാവുമായി പിടികൂടി. കാരയിൽ വീട്ടിൽ ദീപുവിനെയാണ് സ്വകാര്യ ഹോട്ടലിന് സമീപത്ത് നിന്ന് കഞ്ചാവുമായി പിടികൂടിയത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ MV ജിവേഷ്, VM സിബിൻ, KK വിജയൻ എന്നിവർ എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു.
ദളിത് പീഡനങ്ങൾക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM തൃശൂർ ഏരിയ സെക്രട്ടറി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി തൃശൂർ ഏരിയ പ്രസിഡന്റ് PA ലജുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. PA പുരുഷോത്തമൻ, AR കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്താസമ്മേളനത്തിൽ ഇരയുടെ പേര് പരസ്യമായി വെളിപ്പെടുത്തിയ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യമുയർന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ലൈംഗിക പീഡനത്തിനിരയായെന്ന് ആരോപിക്കപ്പെടുന്ന സ്ത്രീയുടെ പേര് പരസ്യമായി വെളിപ്പെടുത്തിയതിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DCC ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയലാണ് രംഗത്തെത്തിയത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. സോളാർ കേസിൽ കോൺഗ്രസ് UDF നേതാക്കൾ കൂട്ടത്തോടെ കുടുങ്ങിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി കോൺഗ്രസ് പ്രാദേശിക നേതാവ് രംഗത്തെത്തിയത്. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്ത. വരന്തരപ്പള്ളി കള്ളിച്ചിത്ര കോളനിയിലെ ആദിവാസികൾക്ക് 6 ആഴ്ചയ്ക്കകം ഭൂമി നൽകണമെന്ന് ഹൈക്കോടതി. ഇറിഗേഷൻ വകുപ്പ് 17 കുടുംബങ്ങൾക്കായി 11 ഏക്കർ ഭൂമി നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവ്. റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ല മുന്നേറ്റം തുടർന്നു. 82 പോയിന്റ് കരസ്ഥമാക്കിയ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന് മികച്ച നേട്ടം. കാളത്തോട് ടിപ്പർ ലോറിയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. കയ്പമംഗലത്ത് 2 ഓട്ടോറിക്ഷ മറിഞ്ഞ് 5 പേർക്ക് പരിക്ക്. തൃശൂർ ശക്തൻ നഗറിൽ പണികഴിപ്പിച്ച വഴിയോര കച്ചവടക്കാരുടെ പുനരധിവാസ കേന്ദ്രത്തിന് ഇനിയും ശാപമോക്ഷമായില്ല. നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും വഴിയോര കച്ചവട കേന്ദ്രം അടഞ്ഞു തന്നെ. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പിടിച്ചുപറി വ്യാപകം. പോലീസ് ചമഞ്ഞ് ലോട്ടറി വിൽപ്പനക്കാരനെ ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും കവർന്നു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്, ജോയ ലൂക്കാസ്.